ഇന്ന് തന്നെ നോക്കൂ, കൈമോശം വന്ന രാഷ്ട്രീയത്തിന്റെ ഒരു അവസ്ഥയാണ് ഇന്നിപ്പോ KPCC സെക്രട്ടറിമാരുടെ ഒരു ലിസ്റ്റ്. അതെ, എത്ര പേരാണ്? 77 പേരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അടി തുടങ്ങി, അടുത്ത അതിൽ തന്നെ എ ഗ്രൂപ്പ് ഞാൻ ആ ലിസ്റ്റാണ് AICC-ലേക്ക് പരാതിയായിട്ട് പോകും. അതെ, അല്ല, ഈ ഗ്രൂപ്പ് പറയുമ്പോഴേ കഴിഞ്ഞ വർഷം അവസാനിച്ചത് സുധീരന്റെ ഒരു ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം 2023 അവസാനിച്ചത്. അദ്ദേഹം പറഞ്ഞു 2 ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് ഇപ്പൊ 5 ഗ്രൂപ്പായിരുന്നു. ആ 5 ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് ഇപ്പൊ എന്തായി? കാർണിവൽ പന്തല് പോലെയായി. കുറെ കമ്പക്കൂത്തുകാര്, കുറെ എന്താ പറയാ, കിലുക്കി കുത്തുകാര് ഒക്കെ ഇരിക്കുന്ന, അത് കണ്ടിങ്ങനെ നടന്നു നീങ്ങുന്ന കുറെ ആൾക്കാരായിട്ട് കോൺഗ്രസിന്റെ അണികളും മാറിയിരിക്കുന്നു. എവിടെ അതിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു ശബ്ദം എവിടെ, നേതാക്കൾ എവിടെ എന്ന് ഞങ്ങൾ ഈ വാർത്ത മുൻനിർത്തി വീണ്ടും ദയനീയമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു പോവുകയാണ്. അപ്പോൾ ഈ 77 പേരുടെ KP സെക്രട്ടറിമാരുടെ കാര്യത്തിൽ എസിച്ചു. അതിൽ ഇപ്പോൾ പട്ടിക ഏകപക്ഷീയമാണ്. KPC പ്രസിഡന്റ് ഏകപക്ഷീയമായി അത് പ്രഖ്യാപിച്ചു. എ ഗ്രൂപ്പിനെ തഴഞ്ഞു. ഈ പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്തവരും, അതുമായി ബന്ധപ്പെട്ട ഒന്ന് വാർത്തയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്തവരും പട്ടികയിൽ എന്ന് വെച്ചാൽ ഈ 77 പേര് KPC സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ദൈനംദിനം പൊളിറ്റിക്സിൽ ഇടപെടേണ്ട ആളുകൾ. ഇവരെ പരസ്പരം കൊണ്ടിരുത്തിയാൽ പോലും നിങ്ങളേതാ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. പരസ്പരം അറിയാത്ത പ്രശ്നം ഉണ്ടാവും. അവർ ആ നിലയിലേക്ക് ഒരു തരത്തിലും ഔചിത്യമില്ലാത്ത സംഘടനാ രൂപീകരണമാണ്. ആ സംഘടനയാണ് മുന്നോട്ട്. അതിൻ്റേതായിട്ടുള്ള അപജയമാണ് അത് ആ വേദിയിൽ കണ്ടത്, സംഘടനാ നടത്തിപ്പിൽ കാണുന്നത്, നേതൃത്വത്തിന്റെ പരസ്പരമുള്ള തെറിവിളിയിൽ കാണുന്നത്. ഇത് എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് പോലും ഒരു ധാരണയില്ലായിരുന്നു എന്നുള്ള ജില്ലാ പ്രസിഡന്റ് കയറിയിട്ട് സ്വയം ദേശീയ ഗാനം പാടാൻ ശ്രമിക്കുന്നു. തിരുവനന്തപുരത്തിന് വേറെ ജില്ലയില്ലാത്ത നന്നായി, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമായിരുന്നു. അല്ല, അപ്പോഴത്തേക്ക് ഇത് തീർന്നു പോയി. അതൊന്ന് മൂടായി വന്നു. എത്തിയപ്പോഴാണ് ഈ സംഗതി ഒന്ന് ഓണായത്.